മുല്ലപ്പെരിയാർ ഡാമിൽ ബോംബ് ഭീഷണി. ഇമെയിൽ വഴി അജ്ഞാത സന്ദേശം എത്തിയത് തൃശൂർ കളക്ടറേറ്റിൽ. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ജോസിൽ ചേരുകയാണ്. ജോസിൽ, ഈ ബോംബ് ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്? അജിംഷാദ്, ഈ തൃശൂർ കളക്ടറേറ്റിലാണ് ഇമെയിൽ വഴി ഇത്തരത്തിലൊരു അജ്ഞാത സന്ദേശം എത്തിയത്. ഈ വ്യാജ സന്ദേശമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. പക്ഷേ വളരെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ കാര്യമായി തന്നെ ഇതിനെ പരിഗണിക്കുകയും വേണ്ട പരിശോധനകൾ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുല്ലപ്പെരിയാർ ഡാമിൽ കനത്ത സുരക്ഷയുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ മുല്ലപ്പെരിയാർ, ഈ ഡാമിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ മുല്ലപ്പെരിയാറിലുണ്ട്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ആ സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും ആ മുല്ലപ്പെരിയാർ പോലീസിന്റെ തന്നെ നേതൃത്വത്തിൽ അവിടെ അന്വേഷണവും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലെല്ലാം വ്യാപകമായി തെരച്ചിലും എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട രീതിയിൽ പ്രചരിപ്പിക്കേണ്ട ഒരു വാർത്തയായിട്ട് കരുതുന്നില്ല. കാരണം ഇത് ഇടുക്കി കളക്ടറേറ്റിലേക്ക് പോലുമല്ല ഇത്തരത്തിൽ ഒരു മെയിൽ വന്നിരിക്കുന്നത്. തൃശൂർ കളക്ടറേറ്റിലേക്ക് ഇത്തരത്തിൽ ഇമെയിൽ വഴി ഒരു അജ്ഞാത സന്ദേശം, മുല്ലപ്പെരിയാർ ഡാമിൽ ബോംബുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സന്ദേശം വരികയാണ് ചെയ്തത്. ഏതായാലും അത് തള്ളിക്കളയാതെ വേണ്ട പരിശോധന ഈ മുല്ലപ്പെരിയാർ പോലീസിന്റെ നേതൃത്വത്തിൽ, ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അവിടെ എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട്. ഇതുവരെയും അങ്ങനെ ഒരു ബോംബിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇതൊരു ആശങ്കയുണ്ടാക്കി മറ്റുള്ളവരെ പാനിക്കാക്കേണ്ട ഒരു കാര്യവും നിലവിലുണ്ട് എന്ന് കരുതുന്നില്ല. മറ്റ് അന്യ സംസ്ഥാനങ്ങൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് ഒന്നും പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഏതായാലും അത്തരത്തിൽ ബോംബ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതായ ഒരു രീതിയിലുള്ള തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. പോലീസ്, ബോംബ് സ്ക്വാഡെല്ലാം അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം കനത്ത, അങ്ങനെ സന്ദർശകരെ ഒന്നും കയറ്റിവിടുന്ന ഒരു ഡാമല്ല. ഇത് വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ള ഒരു ഡാമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വ്യാജ സന്ദേശമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അജിംഷാദ്, ശരി, വ്യാജ ബോംബ് ഭീഷണി എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. എന്നിരുന്നാലും പരിശോധനകൾ അവിടെ പുരോഗമിക്കുന്നു. തൃശൂർ കളക്ടറേറ്റിലാണ് മുല്ലപ്പെരിയാർ ഡാമിന് ബോംബ് ഭീഷണി അടങ്ങുന്ന ഒരു ഇമെയിൽ സന്ദേശം എത്തിയത്. അജ്ഞാത സന്ദേശത്തിൽ പരിശോധനകളും തുടരുന്നുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ജോസിൽ നൽകുന്നത്.